കോൺഗ്രസ് നേതാവായിരുന്ന PS പ്രശാന്ത് CPM-ലെത്തിയതോടെ വലിയ പണക്കാരനായി എന്നുള്ളതാണ് ആ നാട്ടുകാർ തന്നെ പറയുന്നത്. അതെങ്ങനെയെന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ അറസ്റ്റിലേക്ക് നീങ്ങുന്നത്. അതായത് ഇപ്പോഴത്തെ CPM നേതാവും പിണറായി വിജയൻ്റെ വിശ്വസ്തനും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്ന PS പ്രശാന്ത് ഏതു നിമിഷവും അറസ്റ്റിലാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. പ്രശാന്ത് അറസ്റ്റിലാകുന്നതോടെ ഒന്നാം പിണറായി സർക്കാർ മാത്രമല്ല രണ്ടാം പിണറായി സർക്കാരും അയ്യപ്പൻ്റെ സ്വർണം കട്ടു എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാകുകയാണ്. ആദ്യത്തെ സർക്കാരിലെ ആളുകൾ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മന്ത്രിയും മാത്രമല്ല മുഖ്യമന്ത്രി തന്നെ അറിഞ്ഞിട്ടാകും ഈ സ്വർണ്ണമോഷണം എന്ന് വ്യക്തമാകുന്നതാണ് ഈ 10 വർഷക്കാലവും മോഷണം നടന്നു എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ PS പ്രശാന്തിൻ്റെ അറസ്റ്റോടുകൂടി മുഖ്യമന്ത്രിയും ഈ മന്ത്രിസഭയിലെ മന്ത്രിമാരും അടക്കം വലിയ പ്രതിരോധത്തിലാകുമെന്നതിൽ സംശയമില്ല. അപ്പോൾ ഒരു വഴിയുമില്ലാതെ കൂട്ടക്കരച്ചിൽ തുടങ്ങുന്ന സൈബർ സഖാക്കൾ പറയാൻ പോകുന്നത് ഇതായിരിക്കും. അതാണ് നമ്മൾ ആദ്യം തന്നെ ടൈറ്റിലിൽ അത് കാണിച്ചത്. അതായത് PS പ്രശാന്ത് മുൻ കോൺഗ്രസ് നേതാവാണ്, മുൻ KPCC സെക്രട്ടറി ആയിരുന്നു, നെടുമങ്ങാട്ടെ കോൺഗ്രസിൻ്റെ MLA സ്ഥാനാർത്ഥിയായിരുന്നു. ആ പഴയ കോൺഗ്രസ്സുകാരൻ കള്ളനാണ് എന്ന് CPM ഹാൻഡിലുകൾ പറഞ്ഞു വരത്താൻ തയ്യാറായി കഴിഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള പിണറായി സർക്കാർ വന്നതിന് ശേഷമുള്ള ഒരു അജണ്ട പോലെയാണ് നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. യഥാർത്ഥ CPM നേതാക്കളെ നിയമിച്ചാൽ സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കില്ല എന്നറിഞ്ഞിട്ടാവണം പാർട്ടിയുമായി വലിയ ബന്ധമില്ലാത്തവരും എന്നാൽ പിണറായിയും മന്ത്രിയും ഒക്കെ പറഞ്ഞാൽ ആ പറഞ്ഞ പോലെ ചെയ്യാൻ കൂട്ടുനിൽക്കുകയും ചെയ്യുന്ന ആളായിരിക്കണം ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ എന്നതിനാലാണ് ഈ വാസുവിനെയും ഇപ്പോൾ വന്ന ഈ പ്രശാന്തിനെയും ഒക്കെ പിടിച്ച് പ്രസിഡന്റാക്കിയത്. പാർട്ടിക്കാർ എന്ന പേരുണ്ടെങ്കിലും പാർട്ടി കമ്മിറ്റിയുമായി യാതൊരു ബന്ധമില്ലാത്തവരെ ആ സ്ഥാനത്ത് നിയമിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ അന്വേഷണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ PS പ്രശാന്തിലേക്കും വ്യാപിപ്പിച്ചിരിക്കുകയാണ് SIT. അങ്ങനെ ഒരു നീക്കം SIT തുടങ്ങിയത് തന്നെ EDയും ഒപ്പം തന്നെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതുപ്രകാരം ശനിയാഴ്ച തിരുവനന്തപുരം പോലീസ് ക്ലബ്ബിൽ വെച്ച് പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്തു. മാത്രമല്ല പ്രശാന്തിൻ്റെ തട്ടിപ്പിനെക്കുറിച്ചും ആര് പറഞ്ഞിട്ടാണ് എന്നുമുള്ള എല്ലാ വിവരങ്ങളും SITയുടെ കയ്യിൽ വ്യക്തമായി കിട്ടിയിട്ടുണ്ട്. അത് താമസിയാതെ EDക്കും ലഭിക്കുമെന്നുറപ്പായതോടെ പ്രശാന്തിനെ പുറത്തുവിട്ടാൽ അത് നാണക്കേടാകും എന്നുള്ളത് SIT മനസ്സിലാക്കിയിരിക്കുന്നു. അതുപ്രകാരം സംശയം തോന്നിയ SIT പ്രശാന്തിൻ്റെ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും അതുപോലെ യാത്രാ വിവരങ്ങളും തുടങ്ങിയവ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. അത് ഹാജരാക്കുന്ന പക്ഷം പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. നമുക്കറിയാം ഇനി അറസ്റ്റിലാകാൻ ബാക്കിയുള്ള 2 പ്രമുഖർ പ്രശാന്തും കടകംപള്ളി സുരേന്ദ്രനുമാണ്. അത് പാർട്ടിക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറത്തെ അറസ്റ്റ് ആയിരിക്കും. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തതിന് പിന്നാലെ തന്നെ പ്രശാന്തിൻ്റെ മൊഴിയും അന്ന് ശേഖരിച്ചതാണ്. പിന്നീട് ചില രേഖകളുമായി ഹാജരാകാൻ നിർദ്ദേശിച്ചിരുന്നു. എങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ അത് മാറ്റിവെക്കുകയായിരുന്നു. അതിനിടയിലാണ് ഹൈക്കോടതി കർശന നിർദ്ദേശം നൽകിയത്. 1998 മുതൽ 2025 വരെയുള്ള കാര്യങ്ങൾ കൂടി വളരെ വിശദമായി അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയതോടെ പ്രശാന്തിൻ്റെ അറസ്റ്റ് അനിവാര്യമാണെന്ന് തോന്നി. അതോടെയാണ് വീണ്ടും ചോദ്യം ചെയ്തിരിക്കുന്നത്. ഇനി രേഖകൾ പിടിച്ചെടുക്കുന്നതോടെ 3 പ്രാവശ്യം ചോദ്യം ചെയ്ത സ്ഥിതിക്ക് അറസ്റ്റ് തന്നെ ഉറപ്പിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ തൊട്ടു പിന്നാലെ ED ഉണ്ടാകും, അവർ പൊക്കും. ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രശാന്തിൽ നിന്ന് SIT ചോദിച്ചറിഞ്ഞത്. അത് EDയും മനസ്സിലാക്കിയിരിക്കുന്നു. 2025 വീണ്ടും ദ്വാരപാലക ശില്പങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശാനായി നൽകാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചത് ഹൈക്കോടതി തന്നെ വളരെ വ്യക്തമായി പറഞ്ഞതാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം ഒഴിയും മുൻപ് ദ്വാരപാലക ശില്പങ്ങൾ പോറ്റിക്ക് നൽകാൻ പ്രശാന്ത് തിടുക്കം കാട്ടിയത് മനസ്സിലാക്കിയ SIT പ്രശാന്തിന് കൈവിലങ്ങ് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. എന്നാൽ പ്രശാന്തിൻ്റെ അറസ്റ്റ് CPMന് വലിയ തിരിച്ചടിയാകും എന്നുറപ്പിക്കുകയാണ്. കോൺഗ്രസിലുണ്ടായിരുന്നപ്പോൾ സാമ്പത്തികമായി ഒന്നുമല്ലായിരുന്ന PS പ്രശാന്ത് CPMലെത്തി വെറും 4 വർഷം കഴിഞ്ഞപ്പോഴേക്കും കോടീശ്വരനായതെങ്ങനെ എന്നൊരു ചോദ്യത്തിന് ഉത്തരം CPM എന്ന പാർട്ടിയും അദ്ദേഹത്തെ നിയമിച്ചവരും പറയേണ്ടി വരും. പിണറായി വിജയൻ അറിയാതെ ഒരു നയാ പൈസ ഉണ്ടാക്കാൻ നേതാക്കൾക്ക് കഴിയില്ല എന്നിരിക്കെ പ്രശാന്തിൻ്റെ അറസ്റ്റ് മുഖ്യമന്ത്രിയിലേക്കും ചില സംശയങ്ങൾ നീങ്ങുക തന്നെ ചെയ്യും. അങ്ങനെ വരുമ്പോൾ പ്രശാന്തിനെ മുൻ കോൺഗ്രസ് നേതാവ്, മുൻ KPCC സെക്രട്ടറി എന്ന ശബരിമല കേസിൽ അറസ്റ്റിൽ എന്ന് പറഞ്ഞ് പ്രചരണം നടത്താനും സൈബർ സഖാക്കൾ മടിക്കില്ല.